നല്ല ഹൈ ക്വാളിറ്റി ഫുഡാണ് ഞാൻ ഇപ്പോൾ കഴിക്കുന്നത്. നമ്മളെല്ലാവരും പറയും ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരിക്കലല്ല. നമുക്ക് ന്യൂട്രീഷൻ വൈസായിട്ട് ചൂസ് ചെയ്യാൻ അറിയെങ്കിൽ ഡയറ്റിംഗ് ഈസ് സോ സിമ്പിൾ. ഞാനിപ്പോൾ ഈ കഴിക്കുന്ന മുട്ടയിൽ നമ്മുടെ ബ്രെയിനിന് വേണ്ടതും നമ്മുടെ ഹോർമോണ് വേണ്ടതും നല്ല ഹെൽത്തി ഫാറ്റ്സും ഓൾ എസെൻഷ്യൽ അമൈനോ ആസിഡ്സും ഒക്കെ ഉള്ള ഒരു ഫുഡാണ് ഈ മുട്ട. നമ്മൾ നല്ല രീതിക്ക് ഒരു ഇതേപോലെ ഹാഫ് ബോയിൽഡായി കുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിക്ക് കൊണ്ട് എല്ലാം ഈ മുട്ടയിലുണ്ട്. ഇതോട്ടോ, ഇത് ബീഫാണ്. ഇതൊരു ഫാറ്റ് ബേണർ കൂടിയാണ്. ഫുഡിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഫാറ്റ് ബേൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഉണ്ടെങ്കിൽ അത് ഈ ബീഫാണ്. ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഏതാ? ഒബ്വിയസ്ലി ഇറ്റ്സ് റെഡ് മീറ്റ് ആൻഡ് എഗ്സ്. ഇതുണ്ടോ, പൊട്ടാറ്റോ, നല്ല ഹൈ ക്വാളിറ്റി കാർബാണ്. നാളത്തെ എൻ്റെ വർക്കൗട്ടിന് എൻ്റെ മസിൽ ഗ്ലൈക്കോജൻ ഫിൽ ചെയ്യാൻ ഒരൊറ്റ സാധനം മതി. ഇത് ആസ്പെറാഗസ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളതും ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡൈജഷൻ. അപ്പം നമ്മൾ ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമല്ല. ഇതിൽ ഇപ്പോൾ 1000 കലോറി ഫുഡിൽ 80 grams ഓഫ് പ്രോട്ടീൻ, 60 grams ഓഫ് ഫാറ്റ്, 40 grams ഓഫ് കാർബ്. ഇത്രയും വെൽ പാക്ഡ് ആയിട്ട് ന്യൂട്രീഷൻ ഡെൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. സോ അപ് ടു യുവർ ചോയ്സ്. സോ എപ്പോഴും മീൽ ചൂസ് ചെയ്യുമ്പോൾ വൈസായി ചൂസ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.